ജി ശങ്കരക്കുറുപ്പിന്റെ അതിപ്രസിദ്ധമായ ഒരു കവിതയാണ് ചന്ദനക്കട്ടി. ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്ന അതിമനോഹരമായ കവിത കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. ചന്ദനക്കട്ടി. വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വെമ്പലനാട് ഇന്നത്തെ കോട്ടയം. പണ്ടുകാലങ്ങളിൽ കട്ടിൽ കിടക്കാനുള്ള സൗഭാഗ്യം തമ്പുരാട്ടിമാർക്കും തമ്പുരാന്മാർക്കും മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു സത്യം. പൊതുജനങ്ങൾ നിലത്ത് പായിട്ടു കിടന്നു വളരണം. കട്ടിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിൽ ചന്ദനം കൊണ്ടുള്ള തന്നെ ഒന്ന് വേണം. ആനക്കൊമ്പാകണം മേല പിന്നെ ആനമുഖം വേണം കാലുകളിൽ. ആനക്കൊമ്പാകണം മേല പിന്നെ ആനമുഖം വേണം കാലുകളിൽ. തമ്പുരാട്ടിയുടെ മുഖം അറിഞ്ഞുകൊടുന്നെ തമ്പുരാൻ കൽപ്പനയായി. ആരെവിടെ? മേനോക്കച്ചനോട് വരാൻ പറയൂ. മേനോക്കച്ചൻ എന്നാൽ കാര്യസ്ഥനാണേ. തമ്പുരാട്ടിയുടെ മുഖം അറിഞ്ഞു മേനോക്കച്ചനും മേനോന്മാരും ഭക്തന്മാരും നായന്മാരും ഒക്കെ ഒരു വൻ പടയായി കോടാലിയും വാക്കത്തിയും എടുത്ത് തമ്പുരാനെ ഒച്ചാനിച്ചു നിർത്തി. ചന്ദനമരം തേടി അലിയുന്ന അവരുടെ മുമ്പിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയാണ്. തഴമ്പു കൊണ്ടു കടഞ്ഞ പോലെ താകുമൊഴി പൂണ്ട തമ്പുരാട്ടി. തഴമ്പു കൊണ്ടു കടഞ്ഞ പോലെ താകുമൊഴി പൂണ്ട തമ്പുരാട്ടി. താഴകിരിന്റെ മണം പുരണ്ടും കടങ്കാലോളം ചുരുണ്ടിരുണ്ടും മുല്ലപ്പൂമാലയുതിർത്തു നിന്നും നല്ല മുടിയാർന്ന തമ്പുരാട്ടി. വെമ്പലനാടിന്റെ തമ്പുരാട്ടി. കുറ്റിക്കാടുകളും കുത്തുകളും വയലുകളും താണ്ടി അവർ ഒരു അരുവിയുടെ തീരത്തെത്തി. അപ്പോഴാണ് അവർ തമ്പുരാൻ കൽപ്പനയോർത്തത്. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടികടന്നാരും വരേണ്ട നാളെ. തലയും ചൊറിഞ്ഞു തിരിച്ചു വന്നാൽ തലയോടു കൂടി വിടില്ലൊരാളെ. നടന്നു വന്ന് വിശപ്പു സഹിക്കാതായപ്പോൾ അവർ ഒരു അരുവിയുടെ തീരത്ത് ഭക്ഷണം കഴിക്കാനായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരാൾ ചോദിച്ചു, അതാ അങ്ങോട്ടേക്ക് നോക്കൂ, എന്താണത്? ഇത് കേട്ട പാതി എല്ലാവരും അരുവിയിൽ കൈ കഴുകി അങ്ങോട്ടേക്ക് ചെന്നു. അരുവിതൻ വക്കിൽ കുറച്ച കാലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ. പല മരം കണ്ടു തഴക്കമാർന്ന തലവനാശാരിതൻ ചെന്നു നേരെ. ഇടതു കൈ പറ്റി വിലങ്ങനെ വെച്ച് ഇടതു പുരീകം പുരിച്ചു നോക്കി. ഇല്ല, ചന്ദനം തന്നെ. ഒരാൾ ഒരു ചെറുചില കൊത്തിയെടുത്ത് ഒന്ന് മണത്തു നോക്കി. ആഹാ, ചന്ദനത്തിന്റെ നനുത്ത ഗന്ധം. ഇത് കേട്ടയുടൻ തന്നെ എല്ലാവരും കോടാലിയും വാക്കത്തിയും എടുത്ത് ചന്ദനം മരത്തുന്നതിനെ ആഞ്ഞു വീശി. അതാ ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. ആരുടേതാണ് ശബ്ദം? എവിടെ നിന്നാണ് ശബ്ദം? ഇവൾ യക്ഷിയോ ഇനി വല്ല വനദേവതയോ മറ്റോ ആണോ? നമുക്ക് പോകാം. ചന്ദനമരമില്ലാതെ എങ്ങനെ തിരിച്ചു പോകാനാണ്? ഇവിടെ യക്ഷിയോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പേടിയാവുന്നു. നമുക്ക് പോകാം. വരുന്നത് വരട്ടെ, ഞാൻ കയറാൻ മരത്തിൽ, ഒരാൾ പറഞ്ഞു.
ഒരു കുട്ടിയുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. ഇനി വല്ല യക്ഷിയോ മറ്റോ ആണെങ്കിൽ പിടിക്കാതിരിക്കാൻ ഈ കത്തി അരയിൽ വെച്ചോളൂ. മറ്റുള്ളവർ അവന് ധൈര്യം പകർന്നു. പേടിച്ചു വിറച്ച് നെഞ്ചുരഞ്ഞ് കിതപ്പോടെ ഒരുവിധം അവൻ ആ മരത്തിന് മുകളിലെത്തി. മരത്തിന് മുകളിലെത്തിയപ്പോൾ അവന് തന്നെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കട്യാവു കൊണ്ടു പുതച്ചവിടെ കുട്ടിയിരിക്കുന്നു കൺകുളിരെ, ഇരുളിലകത്തു കൊളുത്തി വെച്ചോരരുമക്കനക വിളക്കുപോലെ, അന്തിത്തൊടുമുകിലിൻ നടുവിൽ പൊന്തി വരും കൊച്ചു താര പോലെ, ചെമ്പട്ടിനുള്ളിൽ മിനുക്കി വെച്ച ചെമ്പുറ്റ മാണിക്ക കല്ലുപോലെ, ആകാശത്തിലെ നക്ഷത്രം പോലെ, ചെമ്പകത്തിന്റെ നറും മൊട്ടുപോലെ, ഇരുളിൽ കൊളുത്തി വെച്ച വിളക്കുപോലെ അതിസുന്ദരിയായൊരു പെൺകുട്ടി. ഈ കുട്ടി എങ്ങനെ ഈ മരപ്പുറത്തിനുള്ളിലെത്തി? ആരോമൽ കുഞ്ഞിനെ തക്കം നോക്കി ആനറാഞ്ചി പക്ഷി കൊണ്ടുപോന്നു, ആ മരപ്പൊത്തിലിരുത്തി പോലും ഓമനിച്ചങ്ങനെ പോറ്റി പോലും. റാച്ചിക്കൊണ്ടുവന്ന ആ കുഞ്ഞിനോട് ആ പക്ഷിക്ക് മാതൃനിർവിശേഷമായ സ്നേഹം തോന്നി. അത് ആ കുഞ്ഞിനെ ഓമനിച്ച് ലാളിച്ചു വളർത്തി. രാവിലെ കൂട് വിട്ടിറങ്ങിയാൽ ഇരുട്ടുന്നതിന് മുമ്പ് തന്റെ കുഞ്ഞിനുള്ള കായ്കനികളും ശേഖരിച്ച് തിരിച്ചെത്തും. ആ കുഞ്ഞിനും സ്വന്തം അമ്മയെ പോലെ ആയി മാറി ആ പക്ഷി. പത്തി പരത്തി പറന്നടുക്കും പാമ്പുപോൽ പോടാലി പൊങ്ങിത്താണു, കടയറ്റ ചന്ദനം തലതിരിഞ്ഞ് ഉരുവേ ചലറി വിലംബതിച്ചും. പകൽ വിടവാങ്ങി രാത്രിയെ വരവേൽക്കാൻ ഒരുങ്ങി. തന്റെ കുഞ്ഞിനുള്ള കായ്കനികളും ശേഖരിച്ച് തിരിച്ചെത്തിയ ആ അമ്മ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. എന്റെ കുഞ്ഞെവിടെ? ഈ കൂടെവിടെ? ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം എവിടെ? ആ അമ്മ വിഷമിച്ച് ഒരു മരക്കൊമ്പിൽ ഉറങ്ങാതെ കാത്തിരുന്നു. ഇരുട്ടിൽ നിലാവെളിച്ചത്തിൽ താഴേക്ക് നോക്കിയപ്പോൾ ചോരപ്പാട് പോലെ എന്തോ ഒന്ന് കണ്ടു. എന്താണെന്ന് നോക്കി ചെന്നപ്പോൾ ആ അമ്മ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. നനമോലും അമ്മയ്ക്ക് കണ്ടറിവായി അടയാളമായിട്ട കൊച്ചു പൈതൽ, കട്യാവു തന്നെത്താൻ പിച്ചി ചീന്തി കാടു കഴിവോളമിട്ടിരുന്നു. കാട് കഴിവോളം കിട്ടിരുന്ന കട്യാവ് നോക്കി ആ പക്ഷി കുറെ ദൂരം പറന്നെടുത്തു. കുറെ ദൂരം കഴിഞ്ഞപ്പോൾ അതും കാണാതെയായി. തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയ മാർഗം മണത്തറിഞ്ഞ് പറന്നെടുക്കുകയാണ് ആ പക്ഷി. നനമോലും അമ്മയ്ക്ക് കണ്ടറിവായി അടയാളമായിട്ട് കൊച്ചു പൈതൽ, സ്നേഹത്തിൻ മണമറിഞ്ഞെത്തുന്ന മോളെ കാണാനായി അമ്മയ്ക്കൊതിയായില്ലോ. കൊട്ടാരത്തിന്റെ അടഞ്ഞ വാതിൽ തട്ടി ആ പക്ഷി ചത്തു വീണു. പാതി വിടർന്ന കൊക്കുമായി കിടക്കുന്ന ആ പക്ഷിയെ കണ്ട് കൊട്ടാരം കാവൽക്കാർക്ക് പോലും തൊണ്ടയിടറി. ചന്ദന ചീടുകൾ കൊണ്ട് അതിന് ചിതയൊരുക്കി. വീരാളിപ്പട്ടിൽ പൊതിഞ്ഞ് വീരോചിതമായി അതിന്റെ ജഡം സംസ്കരിച്ചു. ഈ കാഴ്ച കണ്ട് പൊള്ളുന്ന വേദനയോടെ പൊട്ടിക്കരയുകയാണ് ആ പിഞ്ചു കുഞ്ഞ്. കാലം കഴിഞ്ഞുപോയി. പിഞ്ചു കുഞ്ഞു വളർന്ന് കൊട്ടാരത്തിലെ ഇളമുറ തമ്പ്രാന്റെ തമ്പ്രാട്ടിയായി. തമ്പ്രാട്ടിക്ക് വേണ്ടി അതിമനോഹരമായ ഒരു ചന്ദനക്കട്ടിൽ തന്നെ മട്ടുപ്പാവിൽ പണിയെടുപ്പിച്ചു. ചന്ദനക്കട്ടിലേക്ക് തന്റെ പ്രിയതമൻ അവളെ ആനയിക്കുമ്പോൾ അവൾ എന്തോ ഓർക്കുകയാണ്. അവൾ കരയുകയാണ്. ഉത്തരം കണ്ടെത്താൻ സഹൃദയരെ ചുമതലപ്പെടുത്തട്ടെ. മരണത്തിന് മുമ്പിലും തന്റെ കുഞ്ഞിന് വേണ്ടി ദാഹിക്കുന്ന മഹനീയമായ മാതൃത്വത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.